നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി കുറെ നാൾ കൂടി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാനാ എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു പോലും തുടങ്ങിയിട്ടില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ. പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല. അവന്തിക നമുക്ക് നേരെ എന്തെങ്കിലും ചെയ്താ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അവസാനത്തെ പിടിവള്ളിയായിരുന്നു ആ ഡയറി. ഇപ്പൊ അതും ഇല്ല. നമ്മളുള്ള കാലം അത്രയും ഇങ്ങനെ അപ്പപ്പുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മതിയോ? അവന്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു, നമ്മളത് തടയുന്നു. നമ്മളെന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുമ്പോ അവന്തിക അത് പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു. അവന്തിക നമ്മൾ രണ്ടുപേരോടും പറഞ്ഞത് നെല്ലിശ്ശേരി വീടിന്റെ അടിത്തറ ഇളക്കുന്നതും അവിടെ ഉള്ളവരെ കൊല്ലുന്നതുമാണ് അവളുടെ ജീവിതാഭിലാഷമെന്ന്. അവസാനമായിട്ട് പറഞ്ഞത് അന്ന് എന്റെ വീട്ടിൽ അനക്കയുടെ വിവാഹം ക്ഷണിക്കാമെന്ന ദിവസം. അർച്ചന എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവന്തിക എന്ത് കാരണം കൊണ്ടാണ് നെല്ലിശ്ശേരിയെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് അർച്ചനയ്ക്കറിയോ? എനിക്കറിയില്ല. പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നോട് അതേപ്പറ്റിയൊന്നും ഓപ്പണായി പറഞ്ഞിട്ടില്ല. എന്തായാലും എന്തോ വലിയ പ്രശ്നം മുമ്പേ നടന്നു എന്ന് ഉറപ്പാ. അല്ലെങ്കിൽ ഇത്രയും പകയായിട്ട് അവര് നടക്കുമോ? അതെ, അത് വേണം നമ്മൾ ഇനി ആദ്യം കണ്ടുപിടിക്കാൻ. നെല്ലിശ്ശേരിയിലുള്ളവർ മുഖാന്തരം അവന്തികയ്ക്ക് എന്താണ് പറ്റിയത്? അവന്തികയുടെ ജീവിതത്തെ തകർത്ത് എന്തെങ്കിലും മുൻപേ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ അറിയണം നമുക്ക്. അങ്ങനെ അതൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ അവന്തിയടുത്തേക്ക് പൊറുക്കാൻ പറ്റാത്ത എന്തെങ്കിലും അച്ഛനോ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ? അവന്തിയടുത്തയുടെ ഭാഗത്താണ് ന്യായം തോന്നിയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കോ സേതു അച്ഛനും മറ്റുള്ളവരും? അർച്ചന അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ മനുഷ്യരല്ലേ, എപ്പോ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ വലിയ വലിയ ആളുകളുടെ ഭൂതകാല ജീവിതത്തിലും ഒരു കണ്ണീരിന്റെ കഥയുണ്ടാവും. ചിലപ്പോ ഒരു ചതിയുടെ. അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിയില്ലല്ലോ. അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം. ഇനി അവന്തികയുടെ തെറ്റിദ്ധാരണയാണ് ഇതൊക്കെയെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. എവിടെ മുതലാ തുടങ്ങേണ്ടതെന്ന് മാത്രം അറിയില്ല. താൻ വീട്ടിൽ ചെന്നിട്ട് പഴയ ഫയലോ ആൽബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് നോക്കണം. ചിലപ്പോ ഇവിടേക്ക് വരുന്നതിന് മുൻപുള്ള അവന്തികയുടെ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ? പിന്നെ സച്ചിയോടോ മറ്റോ സംശയം ഉണ്ടാകാത്ത രീതിയിൽ അവന്തികയെക്കുറിച്ച് തിരക്കണം. നെല്ലിശ്ശേരിയെ ഒന്നാകെ വിഴുങ്ങാൻ പോകുന്ന തീ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ അടുത്ത ചുവടുവയ്പ്. ഇനി നമ്മുടെ യാത്ര അവന്തികയുടെ ഫ്ലാഷ് ബാക്കിലേക്കാണ്. വിവാഹത്തിന് മുൻപുള്ള അവന്തികയുടെ ജീവിതത്തിലേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.